ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മലയാളമാണ്. മലയാളത്തെ ഒറ്റപ്പദങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഉപേക്ഷിക്കാവുന്നത് എന്ന അർത്ഥം വരുന്നത് ഉപേക്ഷണീയം ആണ്. ഉപേക്ഷിക്കാവുന്നത് ഉപേക്ഷണീയം. ഉപേക്ഷിക്കാനാവാത്തത് അനുപേക്ഷണീയം. ഉപേക്ഷിക്കാനാവാത്തത് അനുപേക്ഷണീയം. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനമാണ്. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം. ആദ്യമായി കണ്ടുപിടിച്ചയാൾ ഉപജ്ഞാതാവാണ്. ആദ്യമായി കണ്ടുപിടിച്ചയാൾ ഉപജ്ഞാതാവ്. എല്ലാ ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ചവൻ അവധൂതനാണ്. എല്ലാ ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ചവൻ അവധൂതൻ സന്യാസി. ഏകസ്വരത്തിൽ ഐക്യകണ്ഠേനെ. ഏകസ്വരത്തിൽ ഐക്യകണ്ഠേനെ. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നത് ആധേയം. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നത് ആധേയമാണ്. ഏർപ്പെട്ടിരിക്കുന്നയാൾ വ്യാപൃതനാണ്. ഏർപ്പെട്ടിരിക്കുന്നയാൾ വ്യാപൃതൻ. ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ അഗ്രഗണ്യൻ. ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ അഗ്രഗണ്യൻ. ഒന്നും വിളയാഞ്ഞത് ഊഷരമാണ്. ഒന്നും വിളയാഞ്ഞത് ഊഷരമാണ്. അധികം വിളയുന്നത് ഉർവരമാണ്. അധികം വിളയുന്നത് ഉർവരമാണ്. ഒരു സാധനം കൊടുത്തു വാങ്ങിയ മറ്റൊരു സാധനം. ഒരു സാധനം കൊടുത്തു വാങ്ങിയ മറ്റൊരു സാധനം ആപമൃതകമാണ്. ആപമൃതകമാണ്. ഒരേ കാലത്തുള്ളത് സാമകാലികം. ഒരേ കാലത്തുള്ളത് സാമകാലികം. ഒരേ കാലത്തുള്ളത് സാമകാലികം. എന്നാൽ ഒരേ സമയത്ത് സംഭവിക്കുന്നത് ഏകകാലമാണ്. ഒരേ സമയത്ത് സംഭവിക്കുന്നത് ഏകകാലമാണ്. ഓർക്കാപ്പുറത്തുണ്ടായത് അവിചാരിതമാണ്. ഓർക്കാപ്പുറത്തുണ്ടായത് അവിചാരിതം. കടൽ മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാലയമാണ്. കടൽ മുതൽ ഹിമാലയം വരെ ആസേതു ഹിമാലയമാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് ഉഭയജീവി. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് ഉഭയജീവി. കലയെ സംബന്ധിക്കുന്നത് കലാപരം. കലയെ സംബന്ധിക്കുന്നത് കലാപരം. കവിത എഴുതുന്നവൾ കവയിത്രി എന്നാണ്. കവിത എഴുതുന്നവൾ കവയിത്രി. കവിയുടെ ചിന്തകളെ ഗ്രഹിച്ച് കാവ്യം ആസ്വദിക്കാൻ കഴിവുള്ളവൻ. കവിയുടെ ചിന്തകളെ ഗ്രഹിച്ച് കാവ്യം ആസ്വദിക്കാൻ കഴിവുള്ളവൻ സഹൃദയനാണ്. സഹൃദയൻ. അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദിക്ഷുവാണ്. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃഷുവാണ്. ദിദൃഷു. കാലം തോറുമുള്ളത്. കാലം തോറുമുള്ളത് ആനുകാലികമാണ്. കാലം തോറുമുള്ളത് എന്നർത്ഥം വരുന്നത് ഒറ്റപ്പദം ആനുകാലികമാണ്. കാൽമുട്ടോളം കൈക്കു നീളമുള്ളവൻ ആജാനബാഹു. കാൽമുട്ടോളം കൈക്ക് നീളമുള്ളവൻ ആജാനബാഹു. തല നഷ്ടപ്പെട്ട ഉടൽ കബന്ധമാണ്. തല നഷ്ടപ്പെട്ട ഉടൽ കബന്ധം. ഗ്രഹത്തെ സംബന്ധിച്ചത് ഗാർഹികം. ഗ്രഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം. കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രമാണ്. ത്രാണനം ചെയ്യുക എന്ന് വെച്ചാൽ രക്ഷിക്കുക എന്നാണ്. കളത്രം എന്ന് വെച്ചാൽ ഭാര്യ എന്നാണ് അർത്ഥം. അപ്പോൾ കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം. കൊടുക്കൽ വാങ്ങൽ ക്രയവിക്രയം. കൊടുക്കൽ വാങ്ങൽ ക്രയവിക്രയം. ഗ്രഹിക്കുന്നവൻ. ഗ്രഹിക്കുന്നവൻ ഗ്രാഹകനാണ്. ഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്നത് ഗ്രാഹകൻ എന്നാണ്. എല്ലാ കാലത്തും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. എല്ലാ കാലത്തും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹമാണ്. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹമാണ്. വേണ്ട പോലെ ഗ്രഹിക്കപ്പെട്ട സുഗൃഹിതയാണ്. സുഗൃഹിതയാണ് വേണ്ട പോലെ ഗ്രഹിക്കപ്പെട്ട. എളുപ്പം ഗ്രഹിക്കാവുന്നത് സുഗ്രാഹ്യമാണ്. എളുപ്പം ഗ്രഹിക്കാവുന്നത് സുഗ്രാഹ്യമാണ്. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷയാണ്. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷയാണ്.
വിജയിക്കാനുള്ള ആഗ്രഹം വിജിഗീഷയാണ്. വിജയിക്കാനുള്ള ആഗ്രഹം വിജിഗീഷ. ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖം പശ്ചാത്താപം. ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖം പശ്ചാത്താപം. ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനകീയം. ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനകീയം. ജനനം മുതൽ മരണം വരെ ആജീവനാന്തം. ജനനം മുതൽ മരണം വരെ ആജീവനാന്തം. തന്നിഷ്ടപ്രകാരമുള്ളത്. തന്നിഷ്ടപ്രകാരമുള്ളത് സ്വച്ഛന്തമാണ്. തന്നിഷ്ടപ്രകാരമുള്ളത് സ്വച്ഛന്തമാണ്. അടുത്തത്, ജ്യേഷ്ഠൻ വിവാഹിതനാകുന്നതിനു മുമ്പ് അനുജൻ വിവാഹിതനാകുന്നത് അനുവേശനമാണ്. ജ്യേഷ്ഠൻ വിവാഹിതനാകുന്നതിനു മുൻപ് അനുജൻ വിവാഹിതനാകുന്നത് അനുവേശനമാണ്. തന്നെ സംബന്ധിച്ചുള്ളത് ആത്മീയമാണ്. തന്നെ സംബന്ധിച്ചുള്ളത് ആത്മീയം. താഴ്ന്ന സ്വരത്തിൽ പറയുന്നത്. താഴ്ന്ന സ്വരത്തിൽ പറയുന്നത് ആമന്ത്രമാണ്. ആമന്ത്രം. പുരാണത്തെ സംബന്ധിച്ചുള്ളത് പൗരാണികമാണ്. പുരാണത്തെ സംബന്ധിച്ചുള്ളത് പൗരാണികം. പൂർവികന്മാരെ സംബന്ധിച്ചുള്ളത് പൂർവികമാണ്. പൂർവികന്മാരെ സംബന്ധിച്ചുള്ളത് പൂർവികമാണ്. പൂജിക്കപ്പെടേണ്ടവർ. പൂജിക്കപ്പെടേണ്ടവർ. പൂജ്യന്മാർ. പൂർവദേശത്തുള്ളവർ പൗരസ്ത്യൻ. പൂർവദേശത്തുള്ളവർ പൗരസ്ത്യൻ. പ്രസ്താവിച്ചിട്ടുള്ള വിഷയം പ്രതിപാദ്യം. പ്രസ്താവിച്ചിട്ടുള്ള വിഷയം പ്രതിപാദ്യം. പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികം. പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികം. പയ്യും ദാഹവും. പൈദാഹം. പൈ എന്ന് വെച്ചാൽ വിശപ്പ്. പയ്യും ദാഹവും പൈദാഹം. പോഷിപ്പിക്കുന്നത് പോഷകം. പോഷിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് പോഷകം എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയാളം ഒറ്റപ്പദങ്ങൾ എന്ന ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചോളുക. താങ്ക് യു.